ലോകപ്രശസ്തമായ ഗ്വാഡലൂപ്പയിലെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പുരാതനമായ ചിത്രത്തിന് നേരെ നടന്ന ബോംബാക്രമണവും ആ പ്രഹരമേറ്റ് മാതാവിന്റെ ചിത്രത്തിന് കവചമായ ക്രൂശിത രൂപത്തിന്റെ ചരിത്രവും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നടന്ന ഈ ആക്രമണത്തിൽ സ്ഫോടനത്തിന്റെ ആഘാതമേറ്റ് വളഞ്ഞുപോയ ക്രൂശിത രൂപം ഇന്ന് ഹോളി ക്രൈസ്റ്റ് ഓഫ് ദി അറ്റാക്ക് എന്ന പേരിൽ ബസിലിക്കയുടെ പിൻഭാഗത്ത് ഭക്തിപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നു. 1921 നവംബർ 14-നായിരുന്നു എല്ലാവരെയും നടുക്കിയ സംഭവം നടക്കുന്നത്. പൂക്കൾ അർപ്പിക്കാനെന്ന വ്യാജേന അൾത്താരയ്ക്ക് സമീപമെത്തിയ അജ്ഞാതനായ വ്യക്തി പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ ഡൈനാമിറ്റ് അടങ്ങിയ പൂച്ചെണ്ട് വയ്ക്കുകയായിരുന്നു. രാവിലെ 10:30 പൂക്കൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്ന ഡൈനാമിറ്റ് ബോംബ് വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. ആക്രമണത്തിൽ അൾത്താരയിലെ മാർബിൾ പടികളും പിച്ചള വിളക്കുകളും തകരുകയും മുൻപിലുണ്ടായിരുന്ന വലിപ്പമേറിയ വെങ്കല ക്രൂശിത രൂപം സ്ഫോടനത്തിന്റെ ശക്തിയിൽ വളഞ്ഞ നിലത്തേക്ക് പതിക്കുകയും ചെയ്തു. എന്നാൽ ശക്തമായ സ്ഫോടനമുണ്ടായിട്ടും തൊട്ടുപിന്നിൽ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ മറിയത്തിന്റെ ചിത്രത്തിന്റെ സംരക്ഷണ ഗ്ലാസിന് ഒരു പോറൽ പോലും ഏൽക്കാതിരുന്നത് വലിയ അത്ഭുതമായാണ് വിശ്വാസികൾ കാണുന്നത്. 1531 വിശുദ്ധ ജുവാൻ ഡിയോഗയുടെ തുണിയിൽ അത്ഭുതകരമായി തെളിഞ്ഞുവന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രമായിരുന്നു ഇത്. ആക്രമണം നടക്കുന്ന സമയത്ത് പഴയ ബസിലിക്കയിലായിരുന്നു ചിത്രം വണങ്ങപ്പെട്ടിരുന്നത്. പിന്നീട് 1976-ലാണ് നിലവിലെ പുതിയ ബസിലിക്കയുടെ നിർമ്മാണം പൂർത്തിയായത്. മെക്സിക്കോയിൽ പിന്നീട് അരങ്ങേറിയ മതപീഡനങ്ങളുടെയും ആഭ്യന്തര പ്രക്ഷോഭങ്ങളുടെയും സൂചനയായിരുന്നു ഈ ആക്രമണം. 1917-ലെ പുതിയ ഭരണഘടനയും തുടർന്ന് 1926-ൽ പ്രാബല്യത്തിൽ വന്ന കാലോസ് ലോ സഭയുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയും പുരോഹിതർ വസ്ത്രധാരണം നടത്തുന്നതിലടക്കം വിലക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇത് പിന്നീട് ചരിത്രപ്രസിദ്ധമായ ക്രിസ്റ്റോറോ യുദ്ധത്തിലേക്ക് വഴിവെച്ചു.